യങ്സ്റ്റേഴ്സിനോടൊരു കാര്യം പറയാനുണ്ട്. ഈ ചർച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇവിടുത്തെ, ഞാൻ പറയുന്നത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടുത്തെ ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ, ഞാൻ ഒരു ചർച്ചിനെ മാത്രം പറയാം, പല സംഘടനകളും പല സ്ഥലത്തും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സഭാ നേതാക്കന്മാരോ സെൻട്രൽ പാസ്റ്റർമാരോ നിങ്ങളുടെ പാസ്റ്ററോ ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സഭ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ടൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ സത്യത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ദയവ് ചെയ്ത് ഒരു എളിയ സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഹേർട്ടായിട്ടുണ്ടാവും. ഈ സഭയുടെ ഈ നമ്മുടെ കൂട്ടങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും പല പ്രശ്നങ്ങളൊക്കെ കണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഹേർട്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഇവരാരുമല്ല നിങ്ങൾക്ക് ജീവൻ തന്ന് നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങൾക്ക് രക്ഷ തന്നത്, നിങ്ങൾക്ക് സാൽവേഷൻ തന്നത്, നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നത് ഇവരാരുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്തിൽ റോൾ മോഡൽസ് ആയിട്ട് നിങ്ങൾ ഒരു പാസ്റ്റേഴ്സിനെയോ ഒരു ചർച്ച് ലീഡേഴ്സിനെയോ നിങ്ങൾ വെക്കരുത്. ദയവ് ചെയ്ത് ഒരു പാസ്റ്റേഴ്സിനെയോ ഒരു ചർച്ച് ലീഡേഴ്സിനെയോ നിങ്ങളാരും റോൾ മോഡൽസ് ആയിട്ട് വെക്കരുത്. റോൾ മോഡലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരൊറ്റയാളുള്ളൂ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് മാത്രം നോക്കുക. ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ റോൾ മോഡൽ. യേശു ക്രിസ്തു മാത്രമാണ് വിശ്വാസത്തിൻ്റെ നായകൻ. അത് സംപൂർത്തിയിലേക്ക് വരുത്തുന്നതും യേശു മാത്രമാണ്. അവനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് നിങ്ങളുടെ ആത്മീക ജീവിതം, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, പല സഭകളിൽ പല സ്ഥലങ്ങളിലൊക്കെ പാസ്റ്റർമാർ ആൾദൈവങ്ങളെ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്ലീസ്, ഇവരാരും നിങ്ങൾക്ക് റോൾ മോഡൽസ് അല്ല. ഇവർക്കെല്ലാം വേറൊരു മുഖമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, എക്സ്പോസ്ഡ് ആവാത്ത എത്രയോ പേരുണ്ട്. ഇവരാരും നമുക്കൊരു റോൾ മോഡലല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിന് ഇവരാരും ഒരു റോൾ മോഡലല്ല. റോൾ മോഡലാക്കാൻ പറ്റിയ ഒരൊറ്റയാളേ ഉള്ളൂ, അത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ടുള്ള നിങ്ങളുടെ ആത്മീക ജീവിതം നയിക്കണമെന്ന് ഒരു എളിയ കർത്തൃദാസൻ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. താങ്ക് യു.